നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചുവരുകളിൽ ചിത്രങ്ങൾ തെളിഞ്ഞു. മാതൃശാല ചുവരുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളെ വീണ്ടും നിറം പിടിപ്പിച്ചെടുക്കുകയായിരുന്നു. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ചിത്രങ്ങളുടെ നേത്രോന്മീലനം നടന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ മാതൃശാലയുടെ ചുവരുകളിൽ കാലപ്പഴക്കത്താൽ മങ്ങിയ ചിത്രങ്ങൾക്കാണ് പുതുനിറമേകിയത്. പ്രകൃതി കനിഞ്ഞ ചായക്കൂട്ടുകളിൽ ഈയാമ്പുല്ലും മുളന്തണ്ടും ചേർന്ന ബ്രഷ് ഉപയോഗിച്ച് ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M. നളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ സൂരജ് രാജൻ, സുദർശൻ, മോനിഷ്, ശ്രീജിത്ത് സുഭാഷ്, അക്ഷയ് വേണുഗോപാൽ, കാർത്തിക, നിതിൻ എന്നീ കലാകാരന്മാരാണ് ചിത്രങ്ങൾക്ക് മിഴിവേകിയത്. കലാകാരന്മാരുടെ 4 മാസത്തെ പ്രയത്നമാണ് ശ്രീകോവിൽ ചുവരിലെ ഈ തെളിമയുള്ള ചിത്രങ്ങൾ. ചിത്രങ്ങളുടെ നേത്രോന്മീലനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എപ്പിനോക്കോസ് പ്രോംപ്റ്റ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് എന്ന സ്ഥാപനമാണ് ചുമർ ചിത്രങ്ങളുടെ നവീകരണം വഴിപാടായി സമർപ്പിച്ചതെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M. വേണുഗോപാൽ പറഞ്ഞു. ആ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഈ ശോച്യാവസ്ഥ കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് പരിഹരിക്കണം, അതിനാവശ്യമായ റിസോഴ്സ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് അദ്ദേഹം മെൻഡ് ചെയ്യുന്ന എപ്പിനോക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത് വഴിപാടായിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ ആ തനിമയും സൂക്ഷിച്ചുകൊണ്ടത് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചുമർ ചിത്ര പഠന കേന്ദ്രമുണ്ട്. ആ പഠന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അതിമിടുക്കരായിട്ടുള്ള കലാകാരന്മാർ 8ഓളം വരുന്ന കലാകാരന്മാരാണ് ആ ചിത്രം അതേപടി പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുനരാവിഷ്കരിച്ച് നൽകിയത്. അരനൂറ്റാണ്ട് മുമ്പ് ചുമർ ചിത്ര കലാകാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ നേതൃത്വത്തിലാണ് ശ്രീകോവിൽ ചുവരുകളിൽ ആദ്യമായി ചിത്രം ആലേഖനം ചെയ്യുന്നത്. മങ്ങിത്തുടങ്ങിയ ആ ചിത്രങ്ങൾക്ക് അതേ നിറക്കൂട്ടുപയോഗിച്ച് പുനർജീവനേകുകയായിരുന്നു കലാകാരന്മാർ. തികച്ചും പ്രകൃതിയുടെ ഛായങ്ങളാണ് ദേവീദേവന്മാർക്കും ഋഷിവര്യന്മാർക്കും ശിഷ്യഗണങ്ങൾക്കുമൊക്കെ നിറമേകിയത്. ക്ഷേത്രോത്പത്തിയുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്ന ചിത്രങ്ങളാണ് മാതൃശാലയുടെ ഓരോ ചുവരുകളിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മാന്ധാതാവ് മഹർഷിക്ക് ശിവലിംഗം സമർപ്പിക്കുന്നതും ഭദ്രകാളിയും ഭൂതഗണങ്ങളും മാന്ധാതാവ് മഹർഷിയും ശിഷ്യഗണങ്ങളും തമ്മിലുള്ള യുദ്ധവുമൊക്കെ മാതൃശാലയിൽ ചുവരിൽ വർണ്ണങ്ങളിൽ തെളിഞ്ഞു. ആ 4 ചുമരിൽ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെയാണ്. അതായത് മാന്ധാതാവ് ശിവലിംഗം പൂജിച്ചതും അത് ആ ശിവന്റെ പാർവതി ആ ശിവലിംഗം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളിയെ പറഞ്ഞയച്ചതും ആ ഭദ്രകാളിയും മാന്ധാതാവിൻ്റെ ശിഷ്യന്മാരും ഭദ്രകാളിയുടെ ഭൂതഗണങ്ങളും കൂടിയുള്ള യുദ്ധവും ഒക്കെ അതിൽ ശരിക്കും വ്യക്തമായി നോക്കിയാൽ 4 ചുമരിൽ ആട്ടങ്ങേറ എന്നുള്ള ഐതിഹ്യമൊക്കെ അതിൽ വ്യക്തമായിട്ട് അറിയാം. ആ ഐതിഹ്യം തന്നെ ക്ഷേത്രോത്പത്തിയാണ് ആ ചുമരുകളിൽ വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്നത്. തികച്ചും പൗരാണിക രീതിയിൽ പഞ്ചവർണ്ണങ്ങൾ ഒരുക്കിയെടുത്താണ് ക്ഷേത്ര ചുമരിൽ ചിത്രമെഴുതിയത്. നീലയമരിയില ഇടിച്ചുപിഴിഞ്ഞ് നീരെടുത്ത ഇരുവിക്കറ ചേർത്ത് പച്ചയും കല്ലുപൊടിച്ച് മഞ്ഞയും ചുവപ്പും എണ്ണക്കരി കൊണ്ട് കറുപ്പും ചായമൊരുക്കി ചിത്രങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് M. നളിൻ ബാബു പറഞ്ഞു. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ മാതൃശാല ചുവരുകളിൽ പതിറ്റാണ്ടുകളുടെ ഐതിഹ്യ കഥ വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാൻ ഈ ചുമർ ചിത്രങ്ങൾ നിലകൊള്ളുമിനി. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.